ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നുള്ള നമ്മുടെ പഠനം നമുക്ക് തുടരാം. നമ്മൾ 2-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. ഞാൻ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പത്രോസിൻ്റെ പ്രസംഗത്തോടുള്ള ആളുകളുടെ പ്രതികരണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. പത്രോസിൻ്റെ വാക്ക് കേട്ടവർ അഥവാ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. പത്രോസ് പറഞ്ഞത് അവർ വിശ്വസിച്ചു. വിശ്വസിച്ചവർ അനുസരിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. അനുസരണത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണ് സ്നാനം. റോമാലേഖനത്തിൽ സ്നാനത്തിൻ്റെ വിശദീകരണം പൗലോസ് പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് സ്നാനം അവിടെ വിവരിച്ചിരിക്കുന്നത്. പഴയ മനുഷ്യനെ, പാപത്തിൽ ജീവിച്ച പഴയ മനുഷ്യനെ, ജഡത്തെ അനുസരിച്ച് ജീവിച്ച പഴയ മനുഷ്യനെ മരിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശീകരിക്കുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കുന്നു. തൻ്റെ കുഴിച്ചിടലിനെയും അത് കാണിക്കുന്നു. കൂടാതെ യേശുവിൻ്റെ കർത്തൃത്വം അനുസരിച്ചുകൊണ്ടുള്ള ഒരു പുതുജീവിതം, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള ഒരു മനസ്സ്, അതിനെയും സ്നാനം പ്രതിനിധീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ കർത്തൃത്വം ഹൃദയത്തിൽ അംഗീകരിക്കുന്നവരാണ് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നവർ. അവർ യേശുവിനെ അനുസരിക്കുവാൻ തയ്യാറാണ്. ഇങ്ങനെ സ്നാനമേറ്റ ആളുകൾ അവർ ഒരുമിച്ച് കൂടി. അവർ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് 42-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. ആ 4 കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞതാണ്. ഇനി 43-ാം വാക്യത്തിൽ എല്ലാവർക്കും ഭയമായി എന്ന് കാണുന്നു. അതിൻ്റെ കാരണം അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്നതാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസികളിൽ മാത്രമല്ല, വിശ്വസിക്കാത്തവരുടെ ഇടയിലും ഭയമുണ്ടാക്കി എന്ന് നമുക്ക് കാണാം. തുടർന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച 2 പേർ കൊല്ലപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴും എല്ലാവർക്കും ഒരു ഭയമുണ്ടായി. എന്നാൽ ഇവിടെ അപകടമൊന്നും ഉണ്ടായില്ല എങ്കിലും ആളുകൾക്ക് ഈ മാർഗത്തോട് ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം തീർച്ചയായും ഭക്തിയും ബഹുമാനവും ഉള്ള ഒരു ഭയമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഏതായാലും അപ്പോസ്തലന്മാർ വളരെയധികം അത്ഭുതങ്ങൾ ആ സമയത്ത് ചെയ്തിരുന്നു. ഇത് നാം പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം അപ്പോസ്തല പ്രവൃത്തികളുടെ തുടക്കത്തിൽ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാമെങ്കിലും ഈ പുസ്തകം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അത് തുടക്കത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി വിശ്വസിച്ച ആളുകൾ എല്ലാവരും ഒരുമിച്ചിരുന്നു സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമിയും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. വിശ്വസിച്ചവരുടെ പെരുമാറ്റമാണ് 44 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. അവിടെ ആ സഭയിൽ ഉണ്ടായിരുന്ന മിക്ക ആളുകളും, ഒരുപക്ഷെ എല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു.
അതിൻ്റെ അർത്ഥം എല്ലാ യഹൂദന്മാർക്കും പരസ്പരം സ്നേഹമായിരുന്നു എന്നൊന്നുമല്ല. എന്നാൽ അവർ സഭയുടെ അംഗങ്ങളായി തീർന്നപ്പോൾ അവർ ഒരുമിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഒരു യൂണിറ്റി, ഒരു ഐക്യമുണ്ടായി. അവർ ഒരുമിച്ചിരുന്നു. ക്രിസ്തു സഭയുടെ അംഗങ്ങളാകുന്നവർ തമ്മിൽ ഒരു ഐക്യമുണ്ട്. അത് അവർ ഉണ്ടാക്കുന്നതല്ല, ദൈവം അവർക്ക് നൽകുന്നതാണ്. ആ ഐക്യം അവർക്കുണ്ടായിരുന്നു. ആ ഐക്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ പെരുമാറ്റത്തിൽ ചില മാറ്റമുണ്ടായി. അതിലൊന്നാമത്തേത്, അവരുടെ വസ്തുവകകളെല്ലാം അവർ പൊതുവക എന്ന് എണ്ണിയെന്നാണ്. ആളുകൾക്കുള്ള സ്വത്ത്, സാമ്പത്തികമായ സൗകര്യങ്ങൾ, ഇതൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉള്ളതാണ് എന്നാണ് നാം പൊതുവെ കരുതുന്നത്. ലോകത്തിൽ ആളുകൾ അങ്ങനെയാണ് പെരുമാറുന്നത്. ഇനി സ്വകാര്യ സ്വത്ത് കൈവശം വയ്ക്കുവാനുള്ള അധികാരമുള്ള രാജ്യങ്ങളെയാണ് നാം പൊതുവെ മുതലാളിത്ത രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അതൊരു വ്യക്തിയുടെ അവകാശമാണ് എന്നും നാം കരുതുന്നു. അപ്പോൾ സ്വന്തം വസ്തുവകകൾ, സ്വന്തം സമ്പത്ത് തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാവുക. അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് എൻ്റേതല്ല, അത് പൊതുവകയാണ് എന്ന് കരുതുക. ഇത് നാം കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് കമ്മ്യൂണിസം ഈ ലോകത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു ആശയം ഇതാണ്: സ്വത്തുക്കളെല്ലാം, വസ്തുവകകളെല്ലാം സ്വകാര്യ വ്യക്തിയുടേതല്ല, മറിച്ച് സ്റ്റേറ്റിൻ്റേതാണ്. അതാണ് കമ്മ്യൂണിസം. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കമ്മ്യൂണിസമാണെന്ന്. പക്ഷേ ഇത് കമ്മ്യൂണിസം അല്ല. കാരണം കമ്മ്യൂണിസത്തിൽ വസ്തുവകകളുടെ അധികാരം സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് പറയുന്നത് പോലെ സ്വകാര്യ വ്യക്തികൾ അനുസരിക്കണം. അതാണ് കമ്മ്യൂണിസം. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവിടെ നിങ്ങളുടെ സ്വത്ത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആരും ആരോടും പറഞ്ഞില്ല. അവർ സ്വമേധയാ അവരുടെ വസ്തുവകകൾ വിൽക്കുകയും ആ സ്വത്ത് അല്ലെങ്കിൽ വിറ്റ് കിട്ടിയ പണം മറ്റെല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും തയ്യാറായി. ഇതാണ് ക്രിസ്തീയ കൂട്ടായ്മ. ഇന്ന് പല ആളുകളും ഇത് ശരിയല്ല, ഇത് ആദ്യ നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ ക്രിസ്തീയ കൂട്ടായ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന വസ്തുവകകൾ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനല്ല, മറിച്ച് എൻ്റെ സഹോദരന്മാരുടെ, എൻ്റെ കൂട്ടായ്മയിലുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന മനോഭാവം. അതാണ് വാസ്തവത്തിലുള്ള കൂട്ടായ്മ. സ്വയം കൊടുക്കുന്നതാണ് കൂട്ടായ്മ. പിന്നെ നാം വായിക്കുന്നത്, അവർ വീടുകളിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഹൃദയപരമാർത്ഥത പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ വസ്തുവകകളൊക്കെ വിറ്റു, അവർ നിലം വിറ്റു, വീടുകൾ വിറ്റു, പണം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ എല്ലാ വീടുകളും ഒന്നും വിറ്റില്ല എന്നാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്: അവർക്ക് അനാവശ്യമെന്ന് തോന്നിയത്, ഇതില്ലാതെ ജീവിക്കാം എന്ന് തോന്നിയ കാര്യങ്ങൾ അവർ വിറ്റു. അവർക്ക് വീടുകളുണ്ടായിരുന്നു, വീടുകളിൽ അവർ താമസിക്കുകയും ആ വീടുകളിൽ അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം അവർ സ്വന്തം വീടുകൾ വിറ്റില്ല എന്ന് തന്നെയാണ്. എന്തായാലും അവിടെ അവർ അപ്പം മുറിക്കുവാനാണ് കൂടി വന്നിരുന്നത്. അവിടെ അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തതായി നമ്മൾ വായിക്കുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ആ സഭയിൽ അപ്പം മുറിക്കുക എന്ന കാര്യം, അല്ലെങ്കിൽ കർത്താവ് കൽപ്പിച്ച ആ കാര്യം ചെയ്യുന്നതോടൊപ്പം അവർ ഭക്ഷണവും കഴിച്ചിരുന്നു. അപ്പോൾ ഭക്ഷണത്തോടു കൂടി തന്നെയാണ് അത് അവർ ചെയ്തത്. പെസഹ ആചരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയും അതിനുശേഷമാണല്ലോ കർത്താവ് തിരുവത്താഴം ശിഷ്യന്മാർക്ക് കൊടുത്തത്. അപ്പോൾ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയുന്നിടത്ത് തന്നെ ഹൃദയ പരമാർത്ഥത എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വീട്ടിലേക്ക് വിളിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ, അതിനൊക്കെയാണ് ഉപയോഗിക്കുക. നമ്മളതിന് ഇംഗ്ലീഷിൽ പുട്ടിങ് ദ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പലരും ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിയത് ഹൃദയപരമാർത്ഥതയോടുകൂടിയാണ്. അതിലവർക്ക് യാതൊരു കപടവും ഉണ്ടായിരുന്നില്ല. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. യെരുശലേമിലുള്ള സഭയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത് സാർവലൗകിക യൂണിവേഴ്സൽ സഭയെക്കുറിച്ചും സത്യമാണ്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവാണ് സഭയോട് ചേർക്കുന്നത്, മനുഷ്യരല്ല അവരെ സഭയോട് ചേർക്കുന്നത്. അപ്പോൾ ദൈവം രക്ഷിക്കപ്പെട്ടവരെ തൻ്റെ സഭയോട് ചേർക്കുന്നു, സഭയുടെ അംഗങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെയുള്ളവർ
കൂട്ടായ്മ ആചരിച്ച് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്നു. അതാണ് ഒരു ഉത്തമ സഭയുടെ മാതൃക. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.